എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 38 ശ്ലോകം 10, 11, 12 മൂന്ന് ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. അക്രൂരന് ഭഗവാന്റെ ആ സുന്ദര രൂപം ഞാൻ ദർശിക്കും എന്ന് ചിന്തിക്കുമ്പോൾ തന്നെ ആനന്ദ കണ്ണീര് വരികയാണ് നേത്രങ്ങളിൽ. ഓരോ അംഗത്തെയും പ്രത്യേകം അത് ഞാൻ കാണും എന്നത് അങ്ങനെ സങ്കല്പത്തില് വിചാരിച്ച് ആനന്ദ ഭരിതനാവണം അക്രൂരൻ. ഇതാണ് അടുത്ത ശ്ലോകങ്ങളിൽ പറയണത്. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 10. അപ്യദ്യ വിഷ്ണോർമനുജത്വമീയുഷോ ഭാരാവതാരായ ഭുവോ നിജക്ഷയ ലാവണ്യധാംനോപവിതോപലംബനം മഹ്യം നസ്യാൽ ഫലമഞ്ജസാദൃശ. ആസുരഗുണം തികഞ്ഞിരിക്കുന്ന ദുഷ്ടരാജാക്കന്മാര് നിമിത്തം ഭൂമിക്ക് സംഭവിച്ചിരിക്കുന്ന ഭാരത്തെ പരിഹരിക്കണം എന്നുള്ള കാരുണ്യം കൊണ്ട് ആ കർമാധീനങ്ങളായ ജന്മാദി ഷഡ്ഭാവങ്ങളെ അതിക്രമിച്ചിരിക്കുന്ന ഭഗവാൻ മഹാവിഷ്ണു സൗന്ദര്യ തേജോഭൂതമായിരിക്കുന്ന മനുഷ്യരൂപത്തെ സ്വേച്ഛയാ സ്വീകരിച്ച് ഭൂമിയിൽ വന്നിരിക്കുന്നു. അതിസുന്ദര രൂപത്തില് ആ മനോഹര രൂപത്തെ പ്രയാസം കൂടാതെ ഞാനിപ്പോ ആപാദചൂടം സന്ദർശിക്കും വിചാരിക്കണം അക്രൂരൻ. അങ്ങനെ ആയാൽ എന്റെ കണ്ണുകൾ കൊണ്ട് സിദ്ധിക്കേണ്ടതായ ഫലം മുഴുവനും സിദ്ധിക്കും നിശ്ചയം. അന്തർദൃഷ്ടി കൊണ്ട് വൈഷ്ണവ രൂപത്തെ സന്ദർശിക്കാൻ യോഗാദികളൊക്കെ അഭ്യസിക്കണം. അങ്ങനെയുള്ള പ്രയാസം ഒന്നും കൂടാതെ എനിക്ക് ഭഗവാന്റെ പൂർണ്ണ രൂപം കാണാൻ സാധിക്കും എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അഞ്ജസ എന്ന പദപ്രയോഗം. സ്ഥൂല ശരീരം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ മാത്രമേ യോഗികൾക്ക് ഭഗവാനെ കാണാൻ സാധിക്കുള്ളൂ. എനിക്കാകട്ടെ ഈ സ്ഥൂല ശരീരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ കാലതാമസം കൂടാതെ എനിക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഞാൻ യോഗികളെക്കാൾ ശ്രേഷ്ഠൻ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് അദ്യ എന്ന പ്രയോഗം. ഇപ്പോൾ തന്നെ എനിക്ക് കാണാൻ സാധിക്കും, ഒരു പ്രയാസം കൂടാതെ, ഒരു യോഗവിദ്യം അഭ്യസിക്കാതെ. ഇതിന്മീതെ കാണത്തക്ക വസ്തു യാതൊന്നുമില്ല. അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ലാവണ്യധാംന, അതിസുന്ദര രൂപം. ഇനി ഇതിനേക്കാളും ലാവണ്യം എന്ന് പറഞ്ഞാൽ അതാണ് ആ സൗന്ദര്യത്തിന്റെ ഏറ്റവും ആ ഉത്തമോത്തമമായിട്ടുള്ള ആ സ്ഥാനം. അതിലും ഇതൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ആ രൂപം ഞാൻ കാണും ഇപ്പൊ തന്നെ. മഹാവിഷ്ണുവിന്റെ രൂപത്തെ ധ്യാനിച്ചുറപ്പിക്കാൻ ആഗ്രഹിക്കുന്നവര് ആ ശീലിക്കേണ്ടതായ ക്രമമാണ് മുകളില് വിവരിച്ച 3 ശ്ലോകങ്ങള് സ്പഷ്ടാക്കണത്. ആദ്യം പാദധ്യാനം, പിന്നെ മുഖാരവിന്ദ ധ്യാനം. ആ മുഖത്തിലുള്ള നാസിക, നേത്രങ്ങള്, കപോലങ്ങള്, കേശഭാരം, മന്ദഹാസം, അനുഗ്രഹരൂപമായ കടാക്ഷം, ഇവയൊക്കെ പ്രത്യേകം ധ്യാനിച്ച് ഉറപ്പിക്കണം. പിന്നെ പാദം മുതൽ ശിരസ് വരെയുള്ള എല്ലാ അവയവങ്ങളെയും വേറെ ധ്യാനിച്ച് ഉറപ്പിക്കുകയും ആന്തരദൃഷ്ടി കൊണ്ട് കാണുകയും ചെയ്യണം. അങ്ങനെയാണ് ധ്യാനിക്കേണ്ടത്. അങ്ങനെ സാധിച്ചാൽ ധ്യാനനിഷ്ഠയുടെ ഫലം അനുഭവത്തിൽ വന്നു എന്നുകൂടി ഇത് അക്രൂരന്റെ ഈ മനോരഥ രീതി നമ്മളെ ധരിപ്പിക്കണം. അത്ഭുതകരമായിട്ടുള്ള വർണ്ണന. എങ്ങനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണ്. യൈക്ഷിതാഹം രഹിതോപ്യസൽസതോ സ്വതേജസാപാസ്തമോഭിധാ ഭ്രമ സ്വമായയാത്മൻ രജിതേ തദീക്ഷയാ പ്രാണാക്ഷതേഭി സദനേഷ്വഭീയതേ. ഇത് മുതലുള്ള 4 ശ്ലോകങ്ങള് ശരിക്കു പറഞ്ഞ ഒന്നായിട്ട് ആണ് വിവരിക്കേണ്ടത്. ഈ 3 ശ്ലോകങ്ങളിലുമുള്ള വിശേഷങ്ങളോട് കൂടിയിരിക്കുന്നവൻ
യാതൊരുവനോ അവനെ ഞാൻ കാണും എന്ന് 4-ാമത്തെ ശ്ലോകത്തില് ആണ് പൂർത്തിയാവണുള്ളൂ. അപ്പോ 4 ശ്ലോകങ്ങളെ കൂടിയിട്ട് ഒന്നായിട്ട് എഴുതിയാൽ വളരെ വളരെ വലുതാവും, അത് വിസ്താരമായിട്ട് ഭവിക്കും. അതുകൊണ്ട് ഓരോ ശ്ലോകങ്ങളുടെയും അന്വയവും സാരവും ഒക്കെ അതതിന്റെ ചുവട്ടില് പറയും. ഇപ്പൊ അന്വയം പറയണില്ല, അന്വയം കൂടി പറഞ്ഞാൽ കൂടുതൽ നീളും. അതുകൊണ്ടാണ് ഇപ്പൊ സാരം മാത്രം പറയണത്. ശ്രീകൃഷ്ണന് സാധാരണക്കാരെ പോലെ ജീവധർമ്മങ്ങളായ കർത്തൃത്വാദി ധർമ്മങ്ങളൊന്നും ഇല്ല. സ്ഥൂല സൂക്ഷ്മ ഈ കാരണദേഹങ്ങളുടെയൊക്കെ സാക്ഷിയായിട്ട് ഇരിക്കണു എന്നല്ലാതെ അവയില് ഞാൻ എന്ന ഭാവത്തോടെ ആത്മാവല്ലാതെ ഇരിക്കുന്ന ദേഹാദികളില് ആത്മബുദ്ധിയോടെ ഇരിക്കുന്നവനും അല്ല ഭഗവാൻ. പരമാർത്ഥത്തിൽ ഇങ്ങനെ ഇരിക്കുന്നവനാണെങ്കിലും സാധാരണക്കാരുടെ ദൃഷ്ടിയില് ഈ ബോധം ഉണ്ടാവില്ല. കർത്തൃത്വാദി ധർമ്മങ്ങൾ ഉള്ളവൻ എന്ന പോലെ സാധാരണക്കാർക്ക് തോന്നുകയാണ്. അത് എന്തുകൊണ്ടാ? അത് തന്നിൽ ലയിച്ചിരിക്കുന്ന ആ മായാശക്തിയെ സുസങ്കല്പരൂപമായ നോട്ടത്താൽ ഉണർത്തുകയും ആ മായയിൽ നിന്ന് മഹത് തത്വാദിഭാവങ്ങളെ ജനിപ്പിക്കുകയും അവയെ കൊണ്ട് കർമ്മേന്ദ്രിയങ്ങളെ, ജ്ഞാനേന്ദ്രിയങ്ങളെ, അന്ധകരണങ്ങളെ ഇവയെ സൃഷ്ടിക്കുകയും ചെയ്ത ശേഷം തന്നാൽ സൃഷ്ടിക്കപ്പെട്ട ആ ശരീരത്തിൽ താൻ തന്നെ വസിച്ച് ഗോപികളുടെ ഗൃഹങ്ങളിലും വൃന്ദാവനാദി സ്ഥലങ്ങളിലും ക്രീഡിക്കുന്നവൻ എന്ന പോലെ മനുഷ്യദൃഷ്ടിക്ക് തോന്നിക്കുകയാണ്. സാധാരണ ജീവന്മാരും അതെ, ഇങ്ങനെ ശരീരത്തിൽ വസിക്കുന്നവർ തന്നെ ആണെങ്കിലും അവർക്ക് ശരീരധാരണ നിമിത്തം സ്വരൂപസ്മൃതി ഭവിക്കുകയാണ്. ദേഹത്തിൽ ആത്മഭാവം ഉണ്ടാവണം. അതാണ് ഭഗവാനും ആ സാധാരണ ജീവാത്മാക്കളും തമ്മിലുള്ള വ്യത്യാസം. ദേഹത്തിലാണ് ആത്മഭാവം ഉണ്ടാവുന്നത് സാധാരണ ജീവന്മാർക്ക്. ഭഗവാനാകട്ടെ അവതാര സ്വരൂപത്തെ സ്വീകരിച്ചിരിക്കുന്നു എങ്കിലും സ്വരൂപമായ ആത്മാവായിട്ട് തന്നെ ഇരിക്കുന്നു. യസ്യാഖിലാമേവഘഭിഃ സുമംഗളേ വാചോ വിമിശ്രാ ഗുണകർമ്മജന്മഭിഃ പ്രാണന്തി ശുംഭന്തി പുനന്തി വൈ ജഗൽ യാസ്തദ്വിരക്താഃ ശവശോഭനാമതാഃ. കേൾക്കുകയും കേൾപ്പിക്കുകയും സ്മരിക്കുകയും സ്മരിപ്പിക്കുകയും കീർത്തിക്കുകയും ചെയ്യുന്ന ജനങ്ങളുടെ സകല പാപങ്ങളെയും സംഹരിച്ച് വിഷയാസക്തി നശിപ്പിച്ച് ധർമ്മകർമ്മ ആസക്തി ജനിപ്പിച്ച് ശ്രദ്ധാഭക്തി വിഷയ വൈരാഗ്യാദി ശോഭന വൃത്തികളെ ഉജ്ജ്വലിപ്പിക്കുവാൻ സാമർഥ്യമുള്ള ആ ഭഗവാന്റെ കാരുണ്യാദി ഗുണങ്ങളെയും രാമകൃഷ്ണാദി അവതാരങ്ങളെയും ഉദ്ധാരണാദി കർമ്മങ്ങളെയും കുറിച്ച് വർണ്ണിക്കുന്ന കഥകളോട് കൂടിച്ചേർന്നിരിക്കുന്ന വാക്കുകള് അവയെ കേൾക്കുന്നവരുടെ ജന്മത്തെ സഫലമാക്കി തീർക്കുന്നു. അങ്ങനെ അവരുടെ വിഷയവാസന നശിപ്പിച്ച് മോക്ഷേച്ഛ ജനിപ്പിച്ച് അവർക്ക് വിശേഷ ശോഭ ജനിപ്പിക്കുന്നു. അങ്ങനെ ആ മൂലാവിദ്യയെ നശിപ്പിക്കുന്ന ജ്ഞാനത്തെ ജനിപ്പിച്ച് അവരെ പരിശുദ്ധരാക്കി തീർക്കുകയും ചെയ്യുന്നു. യാതൊരു ഭഗവാന്റെ ജന്മകർമാദി ഗുണങ്ങളോട് ചേരാതെ കേവല വിഷയഗുണങ്ങളെ മാത്രം പ്രതിപാദിക്കുന്ന വാക്കുകള് അലങ്കാരാദി ഗുണങ്ങളോട് കൂടിയവയായിരുന്നാലും അവയുടെ ശ്രവണാദികൾ കൊണ്ട് ജന്മശുദ്ധി സംഭവിക്കില്ല. അതെങ്ങനെയാന്ന് വെച്ചാൽ അതിന്റെ ഉദാഹരണം പറഞ്ഞു. ശവശരീരത്തിൽ അലങ്കരിച്ചിരിക്കുന്ന വസ്ത്രാദ്യ അലങ്കാരങ്ങൾ എന്ന പോലെ അതൊന്നും സജ്ജനങ്ങൾക്ക് സ്വീകാര്യയോഗ്യങ്ങളായി ഭവിക്കണില്ല. ശവശരീരത്തിലുള്ള വസ്ത്രാദി അലങ്കാരങ്ങളെ നീചന്മാരല്ലാതെ ഉത്തമന്മാര് സ്വീകരിക്കില്ല. അതുപോലെ യാതൊരു ഭഗവാന്റെ ഗുണരഹിതങ്ങളായ വാക്കുകളെ കേവല വിഷയികളെ ആദരിക്കും. അതുപോലെ യാതൊരുത്തന്റെ ഗുണരഹിതങ്ങളായ വാക്കുകളെ കേവല വിഷയികള് ആദരിക്കും. ഒരു ഗുണമില്ലാത്ത വാക്കുകളെ വിഷയങ്ങള് മാത്രം ആദരിക്കും, സജ്ജനങ്ങള് ആദരിക്കില്ല. അതുകൊണ്ട് ഗുണകീർത്തനാദികൾ ചെയ്ത് സകല ലോകവും ജന്മസാഫല്യത്തെ പ്രാപിക്കട്ടെ എന്നുള്ള കാരുണ്യത്തോടുകൂടി യാതൊരു ഭഗവാൻ അവതാര ലീലകളെ അംഗീകരിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഗുണകീർത്തനാദികൾ ചെയ്ത് സകല ലോകവും ജന്മസാഫല്യത്തെ പ്രാപിക്കട്ടെ എന്നുള്ള കാരുണ്യത്തോടുകൂടി ഭഗവാൻ അവതാര ലീലകളെ അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.